ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ആ ഒരു ദുഃഖം മാറാൻ പോകുകയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു ദുഃഖമുണ്ട്, വർഷങ്ങളായിട്ടുള്ള ദുഃഖമാണ്, അത് മാറാൻ പോകുകയാണ്. അതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ആരുമില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ തയ്യാറാണ്. പക്ഷേ ലൈഫിൻ്റെ ആ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ആരും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ട സമയത്ത് നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് ലഭിക്കത്തില്ല. പല മോശം സമയത്തും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരു വ്യക്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ, എന്നെ സഹായിക്കാൻ വന്നിരുന്നെങ്കിൽ എന്ന് ഈ ഒരു മോശം സമയത്ത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുക മാത്രം ചെയ്യും, ആരും നിങ്ങളെ സഹായിക്കാൻ വന്നിട്ടില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ട് 100% കൊടുക്കും, പക്ഷേ ലോയലിറ്റി നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കത്തില്ല. നിങ്ങൾ അങ്ങോട്ട് ലോയലാവും, പക്ഷെ ഇങ്ങോട്ട് ആരും നിങ്ങളുടെ നേരെ ലോയലാവത്തില്ല. ഈ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും, നിങ്ങളുടെ ബന്ധങ്ങളിലായാലും, നിങ്ങളെ സ്നേഹിക്കുന്നവരിലായാലും ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ ജീവിതത്തിലും അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാർ വരണം, എനിക്ക് വേണ്ടിയും ലോയലായിട്ടുള്ള ആൾക്കാർ വരണം, എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. ചില ആൾക്കാർക്ക് ഇതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ കുഞ്ഞിലെ ഇത് അനുഭവിച്ച ആൾക്കാർക്കറിയാം. അതായത് ഒരു അറിവായ അന്നോട്ട് നിങ്ങൾക്ക് എപ്പോഴും ചതി മാത്രമാണ് ലഭിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ലോയലായിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആരും സപ്പോർട്ടായിട്ട് ലോയലായിട്ട് നിൽക്കുന്നില്ല. ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്, മാനസികമായിട്ട് വളരെയധികം തളർന്നിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ആ ഒരു വാക്ക് വരെയാണ്, എനിക്ക് വയ്യ ദൈവമേ, ഇനി എനിക്ക് വയ്യ ഫൈറ്റ് ചെയ്യാൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കും എൻ്റെ ജീവിതത്തിൽ, ഫൈറ്റ് ചെയ്ത് എനിക്ക് വയ്യ എന്ന്. ഈ സമയം എത്ര മോട്ടിവേഷൻ കിട്ടിയാലും നമുക്ക് ഒന്നും ആവത്തില്ല, കാരണം നമ്മളുടെ പരിധി വിട്ട് നിൽക്കുകയാണ് നമ്മൾ. നിങ്ങളുടെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ്. ഇനി വയ്യ എനിക്ക് ഫൈറ്റ്, ഒരു പുതിയ തുടക്കം എനിക്ക് ഉണ്ടാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ വയ്യ, അത്രമാത്രം ലിമിറ്റ് ക്രോസ് ആയ അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. ഒരിക്കലും ഈ ഒരു രീതിയിൽ ഒരു വ്യക്തിയെ നമ്മൾ ആരും കൊണ്ടുവരാൻ പാടില്ല. അത് ഒരു വ്യക്തിയാവട്ടെ, ഒരു സിറ്റുവേഷൻ ആവട്ടെ, ആരായാലും ഇങ്ങനെ ഒരു വ്യക്തിയെ ഈ ഒരു ലിമിറ്റ് ക്രോസ് ആവുന്ന രീതിയിൽ സഹിപ്പിക്കാൻ പാടില്ല. കാരണം അവരൊരു വ്യക്തിയാണ്, അവർക്കും മനസ്സും ഹൃദയവും എല്ലാം ഉണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ നമ്മളിട്ട് ടോർച്ചർ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതം നമ്മൾ ഇതെല്ലാം പഠിപ്പിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം പോലും എന്തെങ്കിലും തലവേദന ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവത്തില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു തലവേദന, അതായത് ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ബാലൻസിൽ കൊണ്ടുവരുമ്പോൾ അടുത്ത സിറ്റുവേഷൻ മോശമാവും. ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരുടെ ലൈഫെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. ഇങ്ങനെയൊരു പരിവർത്തനത്തിൽ കൂടെ അവർക്ക് പോകേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ലൈഫ് മാത്രമില്ല, മറ്റുള്ളവരുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ജീവിക്കുന്നവരുടെ. നിങ്ങളുടെ ജീവിതം എങ്ങനെയെന്ന് വെച്ചാൽ, എത്ര തന്നെ വലിയ സന്തോഷം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടായാലും നിങ്ങൾക്ക് അതിലൊന്നും പോയി ആസ്വദിക്കാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ തലയിൽ വീണ്ടും എന്തോ ഒരു ഭാരമുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. ഒന്നിനും ഒരു സന്തോഷം നിങ്ങൾക്ക് തോന്നത്തില്ല. എപ്പോഴും ഭാരം, തലയ്ക്ക് ഭാരം ഉള്ളതുപോലെ തോന്നും. നിങ്ങൾക്കൊരിക്കലും 100% ഒരു സെലിബ്രേഷനെയോ അല്ലെങ്കിൽ ഒരു ഓണം പോലെ സെലിബ്രേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഒന്നും നിങ്ങൾക്ക് 100% സെലിബ്രേറ്റ് ചെയ്യാൻ മനസ്സുകൊണ്ട് പറ്റത്തില്ല. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എന്ത് സന്തോഷമായാലും 100% സന്തോഷത്തോടെ നിങ്ങൾ ആ ഒരു സന്തോഷത്തെ നിങ്ങൾ ആസ്വദിക്കുന്നില്ല. മറിച്ച് നിങ്ങളുടെ 50% അവിടെ കൊടുത്തിട്ട് 50% നിങ്ങളിങ്ങനെ ടെൻഷനിലാണ്. നിങ്ങളുടെ മനസ്സിലെപ്പോഴും ആ ഒരു വിഷമമാണ്. ആ ഒരു വിഷമം ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലുള്ളത് കാരണം നിങ്ങൾക്ക് ഒന്നും തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. എനിക്കറിയാം, ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വിഷമമുള്ള സാഹചര്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പിന്നെ എങ്ങനെയാണ് ഒരു ഫെസ്റ്റിവലോ ഒരു സെലിബ്രേഷനോ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുക? ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രതീക്ഷയെല്ലാം പോയിരിക്കുന്ന അവസ്ഥയാണ്. അതായത് എൻ്റെ ജീവിതം ഇതിനു വേണ്ടി മാത്രം ഉണ്ടായതാണ്, എപ്പോഴും പ്രശ്നങ്ങൾക്കിടയിലുള്ള ഒരാളായിട്ട് ഞാൻ മാറിയിരിക്കുകയാണ്, പ്രശ്നങ്ങൾ നേരിടുകയാണ് എൻ്റെ ജോലി, എൻ്റെ ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിക്കാൻ പോകരുത്. എല്ലാവർക്കും ഒരു സമയം വരും, ആ ഒരു സമയം നിങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനിൽ വിശ്വാസം വയ്ക്കുക, ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സമയം വരുന്നതാണ്.
നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒത്തിരി ധൈര്യം വെച്ച് ആ ഒരു പ്രശ്നങ്ങളെ നേരിടുന്നു. അതേപോലെ വേറെ ആർക്കും നേരിടാൻ സാധിക്കുകയില്ല നിങ്ങളെപ്പോലെ. ഒരു കാര്യത്തിനും നിങ്ങളെ എനിക്ക് ആശംസിച്ചേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം അത് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നു. അത് നിങ്ങൾ സഹിച്ചു. ഇതിൽ പരം വേറെ എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഇനി ഒരിക്കലും നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് പോകത്തില്ല. അതായത് അങ്ങനെ ഒരു ദുഃഖം, ഇത്രയും വലിയ ദുഃഖം ഇനി നിങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ട് വരത്തില്ല. ഒരു അപമാനത്തിൻ്റെ ആ ഒരു ദുഃഖം അത് നിങ്ങൾ സഹിച്ചു. അത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക്. വലിയൊരു അപമാനം നിങ്ങൾ സഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ പുറമേ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കരയാണ്. അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കരയുന്ന ആ ഒരു അവസ്ഥയിൽ, അതായത് സഹിക്കാൻ പറ്റാതെ പൊട്ടി കരയുന്ന ആ രീതിയിലാണ് നിങ്ങളുടെ ഹൃദയവും മനസ്സും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ പുറമേ ചിരിച്ച് കാണിക്കുകയാണ്. ഇതേപോലെ വ്യക്തി എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സഹിച്ച് ഇങ്ങനെ ധൈര്യത്തോടെ പുറമേ ചിരിച്ച് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് നിങ്ങൾക്ക് ധൈര്യവും ആ ഒരു സ്ട്രെങ്തും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം സഹിച്ച് ഇപ്പോഴും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പാറ്റേൺ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല. അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളുടെ ആ ഒരു പാറ്റേൺ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല. അത് അവസാനിക്കാൻ പോകുകയാണ്. ആ ഒരു പാറ്റേൺ അവസാനിക്കാൻ പോകണം. അതിന് ഞാൻ നിങ്ങൾക്ക് ആശംസകൾ നേരുകയാണ്. കാരണം ഇങ്ങനെ ഇനി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല ഈ ഒരു ലെവലിൽ പോയി. ഇനി നിങ്ങൾ ആ ഒരു പേടിയിൽ നിന്ന് പുറത്ത് വരിക. അതായത് ഓരോ വർഷം കഴിയുന്തോറും നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ നേരിടേണ്ട വരുന്നു. അതും വലിയ പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് ക്ഷമിക്കുന്നതിന് അപ്പുറമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നു. ആ ഒരു പേടിയിൽ നിന്ന് ഇനി നിങ്ങൾ പുറത്ത് വരിക. 8 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 5 ഈ 5 6 7 8 വർഷത്തിനിടയിൽ നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ, നിങ്ങൾ സഹിക്കുന്നതിനും അപ്പുറമുള്ള പ്രശ്നങ്ങൾ നേരിട്ടവരാണ് നിങ്ങൾ. ഞാൻ ഈ പറഞ്ഞ വർഷം നിങ്ങൾ കഴിഞ്ഞു പോയത് വളരെ കഷ്ടപ്പെട്ടാണ്. നിങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിട്ടത്. നിങ്ങളുടെ ലൈഫിൽ ഒരു വർഷം നല്ലതായിട്ട് പോകും. പിന്നെ അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ. പിന്നെയും അത് നേരിട്ട് കഴിയുമ്പോൾ അടുത്ത വർഷം പിന്നെയും പ്രശ്നങ്ങൾ. അങ്ങനെയാണ് നിങ്ങളുടെ പാറ്റേൺ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇനി നിങ്ങൾ അത് ആലോചിച്ച് ഇനി വിഷമിക്കേണ്ട. ഒരു വർഷം നല്ലതായി പോയി, ഇനി അടുത്ത വർഷം എന്തൊക്കെ ഫേസ് ചെയ്യണം ഞാനെന്ന് അങ്ങനെ വിഷമിക്കേണ്ട. ആ പേടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകണം. നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. ഫസ്റ്റ് നിങ്ങളുടെ ഹെൽത്തിൽ ഒരു മാറ്റം. നിങ്ങളുടെ ആ ഒരു തലയിലൊരു ഭാരം പോയി ഒരു തലവേദനയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും. ഇല്ലെങ്കിൽ എപ്പോഴും തലയിലൊരു ഭാരം, എപ്പോഴും തലവേദന, എപ്പോഴും അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. അതിലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യത്തെ ആ ഒരു സൈൻ അതാണ്. കൂടാതെ സ്വയം നിങ്ങളെ തന്നെ ഹീലാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കണ്ടുപിടിക്കും. രണ്ടാമത്തത്, നിങ്ങൾ രാവിലെ കതക് തുറക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ജീവി കഴിക്കാൻ വേണ്ടി വരുന്നത് അത് നല്ലതാണ്. മുന്നേ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു ജീവികൾ പോലും വരത്തില്ലായിരുന്നു. പിന്നെ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ജീവികളും വരാൻ തുടങ്ങി. ഈ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് നല്ലത് തോന്നുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങിയെന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇതുകൂടാതെ നിങ്ങളുടെ മുഖത്തൊരു ചെറിയ ഒരു ഗ്ലോ വരാൻ തുടങ്ങും. ആ ഗ്ലോ പതുക്കെ പതുക്കെ നല്ല ഒരു ഗ്ലോ ആയി മാറും. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതും ആ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. മുമ്പ് നിങ്ങളുടെ മുഖം കണ്ണൊക്കെ കുഴിഞ്ഞ് കറുത്ത് ഒരുമാതിരി ഒരു മുഖം നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെയാണ്. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ മുഖത്തൊരു ഗ്ലോ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി വരുന്നതിൻ്റെ ആ ഒരു തുടക്കമാണ്. ചില ആൾക്കാർക്ക് നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ദുഃഖത്തിലാണോ അതോ സന്തോഷത്തിലാണോ എന്ന്. ചില ആൾക്കാരുടെ മുഖം അങ്ങനെയാണ്. അതേപോലെ നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുക നിങ്ങൾ ദുഃഖത്തിലാണോ അതോ സന്തോഷത്തിലാണോ എന്ന്. ഇനി അവർക്ക് നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ മനസ്സിലാകും നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് വരാൻ തുടങ്ങിയിരിക്കുകയാണ് എന്ന്. നിങ്ങളുടെ മുഖം ഇനി കണ്ണാടിയിൽ നോക്കാൻ ശ്രമിച്ചോളൂ. നിങ്ങൾ എന്തൊക്കെയാണോ വിട്ടുകളഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം വീണ്ടും തുടങ്ങുക. നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഇതിൽ കാണുന്ന മിക്കവാറും ആൾക്കാർ കണ്ണാടി നോക്കിയിട്ട് തന്നെ കുറേ നാളായെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ പൗഡർ ഇടാനോ പൊട്ടിടാനോ ഒന്നും താല്പര്യമില്ല. എന്തിനാ ആർക്ക് വേണ്ടിയാണ് ഒരുങ്ങുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായി മാറിയിരിക്കുന്ന ചില ആൾക്കാർ. അവരോടൊക്കെ ഞാൻ പറയുകയാണ്, ഇനി നിങ്ങൾ എന്തൊക്കെയാണോ വിട്ടുകളഞ്ഞത് അതെല്ലാം വീണ്ടും തുടങ്ങുക.
നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം, നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രസ്സ്, എന്തൊക്കെയോ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ നിർത്തിവെച്ചു. അതെല്ലാം വീണ്ടും തുടങ്ങുക. നിങ്ങളുടെ ഈ ജീവിതത്തിലേക്ക് ഈശോൻ്റെ കൈ എത്തിയിട്ടുണ്ട്. ഈശോ നിങ്ങളെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് പിടിച്ച് പുറത്തു കൊണ്ടുവരുന്നതാണ്. പക്ഷേ നിങ്ങൾ കൂടെ ശ്രമിക്കണം. നിങ്ങൾ എന്തൊക്കെയാണോ നിർത്തിവെച്ച് അതെല്ലാം തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുക, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ പോവുകയാണ്, ഞാൻ അതിന് തയ്യാറാണ് ആ ഒരു മാറ്റത്തിന് എന്നുകൂടെ നിങ്ങളും കൂടെ വിചാരിക്കണം. ദൈവം മാത്രം വിചാരിച്ചിട്ട് പറ്റത്തില്ല, നിങ്ങളും കൂടെ വിചാരിക്കണം. ഇന്ന് തൊട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ പറയുക, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ, അതായത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വളരെ സന്തോഷവാനോ സന്തോഷവതിയോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമാണ് നടക്കുന്നത്. പോസിറ്റീവായിട്ട് അഫർമേഷൻസ് കണ്ണാടി നോക്കി, നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറയാൻ തുടങ്ങും ഇന്നോട്ട്. കൂടാതെ ഞാൻ വളരെ ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാനാണ്, ഞാൻ വളരെ സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതിയാണ്, ഞാൻ വളരെ സുഖമായിട്ടും ആരോഗ്യമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുക. പോസിറ്റീവായിട്ട് പറയാം നിങ്ങൾ. എൻ്റെ യൂണിവേഴ്സ് എന്നെ സംരക്ഷിക്കുന്നു, എൻ്റെ യൂണിവേഴ്സിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ യൂണിവേഴ്സ് എന്നെ ഒന്നും വരുത്താതെ സംരക്ഷിച്ചു കൊള്ളുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുക കണ്ണാടി നോക്കി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർമ്മിക്കുന്നത് നിർത്തുക. നമ്മൾ എത്രത്തോളം കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർമ്മിച്ച് വിഷമിക്കുമോ അത്രത്തോളം ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് ആലോചിക്കണം, നിർത്തുക നിങ്ങൾ. ഈ കാണുന്ന മിക്കവാറും ആൾക്കാരിൽ ചില ആൾക്കാർ യൂണിവേഴ്സിനോടോ അവർക്ക് ഇഷ്ടമുള്ള ദൈവത്തിനോടോ സംസാരിക്കാറുണ്ട്. അവർക്ക് ആ ഒരു ദൈവത്തിൻ്റെ ആൻസർ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആൻസർ ടെലിപ്പതിക്കലി കണക്റ്റ് ആവാറുണ്ട്. ഏതെങ്കിലും മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ടെലിപ്പതിക്കലി യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ തന്നെ പറയൂ, ആരൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടദൈവവുമായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് കണക്റ്റ് ആക്കാനും സാധിക്കുന്നുണ്ട് അവരുടെ മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വരാൻ പോകുന്ന സമയം സാധിക്കുന്നതാണ്. നിങ്ങൾ ഒത്തിരി അന്യായങ്ങൾ സഹിച്ചവരാണ്, ഇനി നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കുന്നതാണ്. ചില ആൾക്കാർ കുട്ടിക്കാലം മുതലേ അന്യായം സഹിച്ചവരാണ്, അങ്ങനെയുള്ളവർക്ക് ഇനി ന്യായം സംഭവിക്കാൻ പോവുകയാണ്. ചില ആൾക്കാരുടേത് എന്തോ ഒരു ഇഞ്ചുറി അവർക്ക് പറ്റി. അപ്പോൾ ആ ഒരു ഇഞ്ചുറി എപ്പോഴാണ് പൂർണ്ണമായിട്ടും ഭേദമാകുക എന്ന് നിങ്ങളിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഭേദമാകുന്നതാണ്. കുറച്ച് സമയമെടുക്കും, പക്ഷേ പൂർണ്ണമായിട്ടും അത് ഭേദമാകുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യം ദൈവം ഉറപ്പായിട്ടും കാണുന്നുണ്ട്, അത് ഉറപ്പായിട്ടും നേരെയാക്കുകയും ചെയ്യുന്നതാണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലോയലായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാർ വരും. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ മാരേജ് ലൈഫ് റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നതാണ്. അത് സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സന്തോഷം യൂണിവേഴ്സ് തരുന്ന എന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടിയാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അതിലോട്ടെല്ലാം ഈ യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നതാണ്. എവിടെയൊക്കെ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചോ അവിടെയെല്ലാം ഒരു ലാഭം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് പെട്ടെന്ന് വന്ന് അതേപോലെ അങ്ങ് പോവും. അത് എപ്പോൾ വന്ന് എപ്പോൾ പോയി നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെയായിരിക്കും. അല്ലാതെ പഴയതുപോലെ ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ വിഷമിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകത്തില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിലും വരും, പക്ഷെ അത് വന്ന പോലെ പോകും. നിങ്ങളെ കൂടുതലായിട്ട് അത് വിഷമിപ്പിക്കത്തില്ല. വലിയ വലിയ ജസ്റ്റിസും ചെറിയ ചെറിയ ജസ്റ്റിസും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണുന്നതാണ്. വലിയൊരു ട്രാൻസ്ഫർമേഷനിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.